21-ാം സങ്കീർത്തനത്തിൽ നിന്ന് അല്പകാര്യം നമുക്ക് ചിന്തിക്കാം. 21-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം നമുക്ക്. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ സന്തോഷിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പായിക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെപ്പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു. തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറംകാട്ടുമാറാക്കും. അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഈ സങ്കീർത്തനം നമ്മുടെ കർത്താവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അർത്ഥം മുഴുവൻ വ്യാഖ്യാനിക്കണമെങ്കിൽ വളരെ സമയമെടുക്കും. ഇതിൻ്റെ നിവൃത്തികൾ അധികവും വെളിപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് കണ്ടെടുക്കാൻ. അപ്പോൾ വളരെ വേഗത്തിൽ ലളിതമായ ചില കാര്യങ്ങൾ ആണ് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗഹനമായ കാര്യങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തിലെ വാക്യങ്ങളും അവിടെ നടപടികളുടെ പശ്ചാത്തലത്തിലും വേണം വിവരിക്കുവാൻ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഇസ്രായേലിൻ്റെ ഒരു രാജാവാണ്. രാജാവ് യഹോവയുടെ ബലത്തിലും യഹോവയിലുള്ള ആശ്രയത്തിലും കഴിഞ്ഞ ഒരു രാജാവാണ്. അദ്ദേഹത്തിനും വളരെ ശത്രുക്കളുണ്ടായിരുന്നു. ഈ ശത്രുക്കളെയൊക്കെ യഹോവയിലുള്ള വിശ്വാസത്താൽ ദാവീദ് കീഴടക്കി. അങ്ങനെ വിജയം വരിച്ച ഒരു രാജാവാണ് ദാവീദ്. ഈ രാജാവ് യേശുക്രിസ്തുവാകുന്ന രാജാവിനെ കുറിച്ച് ആത്മാവിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന രാജാവ് ഭരണമേൽക്കുന്നത് 2ാമത്തെ വരവിലാണ്. അപ്പം 2ാമത്തെ വരവിലുള്ള ഉദ്ദേശങ്ങൾ, ആ ഉദ്ദേശങ്ങളെല്ലാം
സാധ്യമാക്കി കൊടുക്കുന്നത് യഹോവയാണ്. സകല ശത്രുക്കളെയും കർത്താവിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നു. കർത്താവിന് പ്രത്യേകം തേജസ്സും മാനവും യഹോവ അണിയിക്കുന്നു. ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ശത്രുക്കളെ സഹസ്രാബ്ദത്തിൻ്റെ ഒടുവിൽ പൂർണ്ണമായി നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വരുന്നവരെ ആ രാജ്യത്തിൽ നിത്യകാലം ജീവിക്കാൻ അനുവദിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരുടെ സന്തതികളെ ഭൂമിയിൽ നിന്നും നിശേഷം നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് സഹസ്രാബ്ദത്തിൽ ഉടനീളം നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ വാക്യം തന്നെ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നതെന്നാണ്. യേശുക്രിസ്തുവാകുന്ന രാജാവ് യഹോവയിലുള്ള ബലത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. യേശുക്രിസ്തു രാജാവായിരിക്കെ തന്നെ ദൈവത്തിൻ്റെ പുത്രനും കൂടിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തായിരുന്നു? യഹോവയെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൽ യേശുക്രിസ്തു വിജയിച്ചു. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചില്ല. എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ യാചന? യഹോവയുടെ നാമം നിവൃത്തിയാക്കാനുള്ള പ്രാർത്ഥനയായിരുന്നു യേശുവിൻ്റെ യാചന. ക്രൂശുമരണം, അവസാന ഘട്ടത്തിലുള്ള ക്രൂശുമരണം, ആ ബലി പരിപൂർണതയിലായിത്തീരുവാൻ കർത്താവ് പ്രാർത്ഥിക്കുന്ന രംഗം, അതൊക്കെ യാചനയെ കാണിക്കുന്നതാണ്. അങ്ങനെ പിതാവിനോടുള്ള അനുസരണത്തിലും കർത്താവ് പരിപൂർണനായിത്തീർന്നു. ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തമാണ് യേശുക്രിസ്തു ഭൂമിയിൽ വരേണ്ടി വന്നത്. ആദാം അനുസരണക്കേട് കാണിച്ചു, യേശുക്രിസ്തു അനുസരണം കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. എന്നേക്കും നിലനിൽക്കുന്ന ഒരു കിരീടമാണ് യേശുക്രിസ്തുവിന് നൽകിയത്. ദാവീദിൻ്റെ സിംഹാസനവും രാജത്വമൊക്കെ അല്പകാലത്തേക്കുള്ളതായിരുന്നു. കർത്താവിന് നൽകുന്ന സിംഹാസനം എന്നും എന്നേക്കുള്ളതാണ്. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. അത് എന്നേക്കുമുള്ള ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അമർത്യതയാണ്. കർത്താവിന് അമർത്യതയാണ് ദൈവം പുനരുത്ഥാനത്തിൽ നൽകിയത്. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. കർത്താവിന് പുനരുത്ഥാനത്തിൽ കിട്ടുന്ന മഹിമയാണ് ഇവിടെ മാനവും തേജസ്സും എന്ന് പറഞ്ഞിരിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നത്? 1000 വർഷത്തെ ന്യായവിധി ദിവസത്തിൽ ന്യായവിധികളെല്ലാം
പിതാവിൽ ആശ്രയിച്ചുകൊണ്ടാണ് അത് കൃത്യമായിട്ട് കർത്താവ് ചെയ്യുന്നത്. കർത്താവിൻ്റെ കൂടെ സഭയും ഉണ്ട്. ഒരു ദിവസം ചെയ്താൽ പോരാ, ഒരു കൊല്ലം ചെയ്താൽ പോരാ, 1000 ആണ്ടേക്കാണ് ഈ ന്യായവിധി. അത് നീതിപൂർവമായുള്ള ന്യായവിധിയാണ്. അതുകൊണ്ട് സർവശക്തനായ യഹോവയിലുള്ള ആശ്രയം കർത്താവിനെ അതിന് ധൈര്യപ്പെടുത്തിയ. ഒരിക്കലും പിതാവായ ദൈവത്തിനോട് സമനാവില്ലല്ലോ കർത്താവ്. ആവുമോ? ഇല്ല. പുത്രനാണ്. പുത്രൻ്റെതായ പരിമിതികൾ അന്നേരമുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനും പിതാവിനെ ആശ്രയിക്കുന്നത്. ഈ ആശ്രയം നമുക്ക് കർത്താവിൻ്റെ ഒന്നാം വരവിലും രണ്ടാം വരവിലും പിതാവിനോടുള്ള ഈ ആശ്രയം നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താ കാര്യം? യേശുവും പിതാവും ഒരാളാണെന്ന് പറയുന്നവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പനെയും മകനെയും തിരിച്ചറിയാൻ മേലെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യുന്നത്? അവരെ പഠിക്കണം. അതാണ് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിക്കണം. എന്നിട്ട് വേണം വേദപുസ്തകത്തിൽ പറയുന്ന അപ്പനെയും അമ്മയും മകനെയും മനസ്സിലാക്കാൻ. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ടവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. ഇവിടെ മഹാരാജാവാ വന്നിരിക്കുന്നു. ശത്രുക്കളെ കണ്ടുപിടിച്ചവരെ തോൽപ്പിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ രാജാവിൻ്റെ ധർമ്മം. ആ രാജാവിനോടുകൂടി ഒരു വലിയ സൈന്യമുണ്ട്. ആ സൈന്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സകല ശത്രുക്കളെയും തെരഞ്ഞു കണ്ടുപിടിക്കും. ഒടുക്കത്തെ ശത്രു ആരാ? മരണം. മനുഷ്യന്റെ ഒടുക്കത്തെ ശത്രു മരണ. അവനെയും കീഴ്പ്പെടുത്തും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെ പോലെയാക്കും. ഈ പദത്തിന്റെ അർത്ഥം എന്താ? നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് കർത്താവിൻ്റെ ശത്രുക്കളെ തീച്ചൂളയെ പോലെയാക്കും. ശത്രുക്കളിങ്ങനെ കത്തി നശിക്കും. പ്രത്യക്ഷയുടെ കാലം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരവാണ്. ഒന്നാമത്തെ വരവിൽ ഇങ്ങനെ വല്ലതും ചെയ്തോ കർത്താവ്? ആരെങ്കിലും തീച്ചൂളയെ പോലെ ഇട്ട് നശിപ്പിച്ചോ? ഇല്ല. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ രക്ഷിക്കാനെന്നാ പറഞ്ഞു. രണ്ടാമത്തെ വരവിൽ ശത്രുക്കളായിത്തീരുന്നവരെ, യഹോവയുടെ വചനങ്ങളോട് മറുത്ത് മത്സരിക്കുന്നവരാണ് ശത്രുക്കൾ. അവരെ തീച്ചൂളയെ പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. ഈ ദഹനത്തിൻ്റെ വിഷയങ്ങളൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ ഇതിൻ്റെ നിവൃത്തികൾ വെളിപ്പാട് പുസ്തകത്തിൽ അധികം കിടക്കും. സഹസ്രാബ്ദം വായിച്ച തീച്ചൂളയിൽ നശിപ്പിക്കുക, ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിലാണ്. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അതായ അനുസരണം കെട്ടവരുടെ. സഹസ്രാബ്ദത്തിൽ യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാത്തവർക്കും അംഗീകരിക്കാത്തവർക്കും അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് അവർക്ക് നിത്യമായ ഛേദനം ഉണ്ടാകും.
അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. നേരെ നിന്ന് എഴുതുകയാണ്, യാതൊരു ദാക്ഷിണ്യമില്ല. പുറകിൽ നിന്നല്ല അടി, നേരെ മുമ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോ ദാക്ഷിണ്യമില്ലാത്ത ശിക്ഷയാണ് അവിടെ നടപ്പാക്കുന്നത്. ദുഷ്ടന്മാർക്ക് നിത്യ നാശം. യഹോവേ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും എന്നും പറഞ്ഞ ആ സങ്കീർത്തനം അവസാനിക്കണം. അപ്പോൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. അപ്പോൾ സഹസ്രാബ്ദത്തിൻ്റെ ഒടുവിലോടുകൂടി ദൈവത്തിൻ്റെയും ക്രിസ്തുയേശുവിൻ്റെയും ദൈവത്തിൻ്റെ ഭക്തന്മാരുടെയും ശത്രുക്കളെല്ലാം നിശേഷമായി നശിപ്പിച്ചു കളയും. അപ്പം പിന്നെ ചെയ്യാനുള്ളത് ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം നമുക്ക്